അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഞങ്ങൾക്ക് എക്സാമിനേഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ടർബോ സി പ്ലസ് പ്ലസ് യൂസ് ചെയ്തിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെ സോൾവ് ചെയ്യുന്ന ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിത് കാണാപ്പുറം പഠിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം എഴുതേണ്ടതായിട്ട് വരും. പിന്നെ എക്സ്പ്ലനേഷൻ ചോദിക്കില്ല, ചിലപ്പോൾ എക്സ്റ്റേണൽ എന്തെങ്കിലും ചോദിക്കാം. ആ ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമ്പോൾ അതിന്റെ ഫോം എന്താണ്? ദാറ്റ് ഈസ് ax² പ്ലസ് bx പ്ലസ് c is equal to 0 എന്ന് പറഞ്ഞ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ax² പ്ലസ് bx പ്ലസ് c is equal to 0 എന്ന് പറഞ്ഞ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എയും ബിയും സിയും ഇൻപുട്ട് ചെയ്യാൻ പറയും. അതാണ് അതിന്റെ വേരിയബിൾസ്, അതവിടെ ഇൻപുട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ ഒന്നാമത്തെ ടേം എയുടെ വാല്യൂ 0 ആയി പോയി കഴിഞ്ഞാൽ എന്താണ്, എയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കണ്ടീഷനാണ് പറയേണ്ടത്. നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എയുടെ വാല്യൂ 0 ആണോ അല്ലയോ. എ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഓക്കെ, ഇഫ് എ ഈക്വൽ ടു 0 നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം, അവിടെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് നമ്പർ. ഓക്കെ, നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് നമ്മളിവിടെ പ്രിന്റ് ചെയ്യണം. പിന്നെ നമ്മൾ ആ പ്രോഗ്രാം അവിടെ എന്ത് ചെയ്യേണ്ട, എക്സിക്യൂട്ട് ചെയ്യേണ്ട. മനസ്സിലായോ? നമ്മൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കുന്ന കാര്യമാണ് എയുടെ വാല്യൂ 0 ആണോ അല്ലയോ. അപ്പോൾ എയുടെ വാല്യൂ 0 ആണെങ്കിൽ, ഓക്കെ, എക്സ്² കോഎഫിഷ്യന്റ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, പിന്നെ അവിടെ ആ പ്രോഗ്രാമിൽ ചെയ്യേണ്ട, നമുക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാം, ഇതവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇല്ല ഇപ്പോൾ എയുടെ വാല്യൂ 0 അല്ല എങ്കിൽ, ഓക്കെ, എയുടെ വാല്യൂ 0 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഡിസ്ക്രിമെന്റ് കണ്ടുപിടിക്കും. ഓക്കെ, എന്ത് ചെയ്യും, നമ്മളിവിടെ ഡിസ്ക്രിമെന്റ് വാല്യൂ എടുക്കും. അതുകൊണ്ട് ഡിയുടെ വാല്യൂ ആണ് ഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം റൂട്ട് ഓഫ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഇതാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഡിസ്ക്രിമെന്റ് വാല്യൂ. നമ്മൾ അടുത്ത് എന്ത് ചെയ്ത് നോക്കും, അവിടെ നമ്മൾ ഡിസ്ക്രിമെന്റ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഡിസ്ക്രിമെന്റ് ഡി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. സോ ഡി ഈസ് ഈക്വൽ ടു b² മൈനസ് 4ac. ഓക്കെ, എന്താണ്, b² മൈനസ് 4ac ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു b² മൈനസ് 4ac വാല്യൂ ഈക്വൽ ടു 0 എന്നാണ്. ഇത് നിങ്ങൾ മുൻപ് മാത്സിൽ പഠിച്ചിട്ടുണ്ട്, എന്നൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്ക്രിമിനന്റ് വാല്യൂ b² മൈനസ് 4ac വാല്യൂ നമുക്ക് അവിടെ 0 ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, 0 ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു റൂട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, എത്ര റൂട്ട് ആയിരിക്കും പോസിബിൾ ആവുന്നത്, ദർ വിൽ ബി 1 റൂട്ട് വിൽ ബി പോസിബിൾ. ഓക്കെ, അപ്പോൾ ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഓൺലി 1 റൂട്ട്. ഓക്കെ, ഓൺലി 1 റൂട്ട്. ഓക്കെ, 1 റൂട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. ആ റൂട്ട് എന്താണ്, -b/2a നമുക്ക് അവിടെ എടുക്കാം. ഓക്കെ, -b/2a നമ്മൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കും കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കും ഡിസ്ക്രിമിനന്റ് 0 ആണോ. അത് നമുക്കിവിടെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അത് നമുക്കിപ്പോൾ പറഞ്ഞു പോയത് തന്നെ. ഫസ്റ്റ് ചെയ്ത് നോക്കി, ഈ പ്രോഗ്രാമിൽ എ ഈക്വൽ ടു 0 ആണ് ചെക്ക് ചെയ്തു ഉണ്ടോ. ഒന്നാമത്തെ കേസിൽ എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല എന്ന് പറയാം. ഇനി അതേസമയം നമ്മൾ എന്ത് ചെയ്തു, അതവിടെ എ ഈക്വൽ ടു 0 അല്ല, പിന്നെ ഈ പ്രോഗ്രാം ഇങ്ങോട്ട് വരും. സോ നമ്മൾ ഡിസ്ക്രിമെന്റ് ചെക്ക് ചെയ്യുവാണ്, ഡിസ്ക്രിമെന്റ് b² മൈനസ് 4ac. അപ്പോൾ b² മൈനസ് 4ac വാല്യൂ, ഓക്കെ, അതവിടെ 0 ആണോ നമ്മൾ ചെക്ക് ചെയ്തു. 0 ആണെങ്കിൽ എന്താണ്, അവിടെ ഒരു റൂട്ടേ ഉള്ളൂ, അത് -b ഡിവൈഡ് ബൈ 2a ആണ് നമ്മളിവിടെ പറയും. ഓക്കെ, ആ രീതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇനി അത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യും. അടുത്ത് എന്താ ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ 0 ആണോ. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ 2 റൂട്ട് പോസിബിൾ ആണ്, 2 റൂട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പോസിബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരിക്കും റൂട്ട് എന്ന് പറയുന്നത്. സോ അവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് -b പ്ലസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ആണ്. ആൻഡ് മറ്റേത് ഏതാണ്, -b മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് റൂട്ട് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നമ്മൾ ഈ രണ്ടാമത്തെ പേജിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇഫ് അത് കറക്റ്റ് അല്ല എങ്കിൽ, ഓക്കെ, റൂട്ട് അവിടെ ഈക്വൽ, ഫസ്റ്റ് കേസ് ഈക്വൽ ടു 0 ആണെങ്കിൽ റിയലും ആയിരിക്കും ഈക്വലും ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ട് റൂട്ട് വരും, x1 എന്നും x2 എന്നും. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം x1 ഉം x2 ഇവിടെ എടുക്കുന്നുണ്ട്. സോ രണ്ട് റൂട്ട് കാണിക്കും, ആ രണ്ട് റൂട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ആൻസർ ആയിട്ട് കാണിക്കും. ഓക്കെ, ഇനി മൂന്നാമതൊരു കണ്ടീഷൻ കൂടിയുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈക്വൽ ടു 0 ആണോ നോക്കി, ഡിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണോ നോക്കി,
ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കി. ഇനി അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ അവിടെ എൽസിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് എന്തായാലും എന്ത് തന്നെയാണ്? ലെസ് ദാൻ 0 തന്നെയാണ്. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കവിടെ കിട്ടുന്ന റൂട്ട് എന്തായിരിക്കും? ദ റൂട്ട് വിൽ ബി ഇമേജിനറി റൂട്ട് ആയിരിക്കും. x പ്ലസ് iy എന്ന രീതിയിൽ വരുന്ന ഒരു ഇമേജിനറി റൂട്ടായി നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് പ്ലസ് ഐ വൈ എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ട് അവിടെ ഇമേജിനറി റൂട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുകയാണ്. സോ ദ റൂട്ട്സ് ആർ ഇമേജിനറി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇമേജിനറി റൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ നമ്മളവിടെ കണ്ടുപിടിക്കും. അവിടെ x1 വാല്യൂ നമ്മൾ എടുക്കും, അതുപോലെ തന്നെ ഇമേജിനറി വാല്യൂ എടുക്കും. റൂട്ട് ഓഫ് ഡിസ്ക്രിമിനന്റ് ബൈ 2a ആണ് അവിടുത്തെ ഇതിന്റെ വാല്യൂ, ഇമേജിനറി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, SQRT ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എന്താ ടർബോ C++ യൂസ് ചെയ്തായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പ്രാക്ടിക്കൽ സമയത്ത് ടർബോ യൂസ് ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പ്രോഗ്രാം ഇപ്പോൾ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ട്, അപ്പോൾ പ്രോഗ്രാം ഒരിക്കലും കാണാതെ പഠിച്ച് എഴുതുമെന്ന് പറയത്തില്ല. പ്രോഗ്രാം എപ്പോഴും എന്ത് ചെയ്യുക? സൈഡിൽ നമുക്ക് പേപ്പറിൽ നമ്മൾ ആദ്യം എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം അവിടെ ചെയ്യുക. കാരണം എന്നാൽ നമുക്കിവിടെ തെറ്റെന്തെങ്കിലും വന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇവിടെ വൺസ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മൗസ് ഇതിനകത്ത് ലോക്ക്ഡ് ആവും. പിന്നെ മൗസ് പുറത്തോട്ട് വരത്തില്ല. ഇപ്പോൾ ഈ മൗസ് ഉണ്ട്, ഇതിനകത്ത് ലോക്ക്ഡ് ആയി. പിന്നെ എനിക്ക് അവിടെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. മൗസ് പിന്നെ ഇതിന്റെ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ആകെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളവിടെ വിൻഡോസ് കീ, ഓക്കെ, നമ്മുടെ കീബോർഡിൽ വിൻഡോസ് കീ ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് മെനു ഓപ്പൺ ആയി വരും. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ പിന്നെ മൗസ് അവിടെ ഫ്രീ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. അത് കംപ്ലൈന്റ് ഒന്നുമല്ല, സിസ്റ്റം അങ്ങനെയാണ്. ഓക്കെ, ആ ഒരു ടർബോ C++ന്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? ടർബോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ടർബോ വെച്ച് എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റൺ ചെയ്യുന്നത്? നമ്മൾ എല്ലാം നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞ ദിവസം വരെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ മൊബൈൽ ആപ്സും അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു ടർബോയിലൂടെ നമ്മൾ അത് യൂസ് ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ടർബോ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടർബോയിൽ ആദ്യം വന്ന ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫയൽ ഓപ്പൺ ചെയ്യാം, ഒരു ന്യൂ പേജ് അവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു ന്യൂ കണ്ടല്ലോ ഫയൽ, ഇവിടെയാണ് ഫയൽ മെനു. അത് എന്ത് ചെയ്യുക? ഒരു ന്യൂ അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി ഒന്നും അവിടെ ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ന്യൂ എന്ന് പറയുന്ന ഫോൾഡർ എനിക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വൺസ് നമ്മളത് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ ഇതങ്ങ് സേവ് ചെയ്യുക. ഈ ഫയൽ അങ്ങ് അവിടെ സേവ് ചെയ്യുക. ഇവിടെ നമുക്കിവിടെ സേവ് ആസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സേവ് ആസ്, നമുക്കിവിടെ ആവശ്യമുള്ള നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് കൊടുക്കുവാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇക്വേഷൻ കൊടുത്തു. ദെൻ അവിടെ .cpp എന്ന ഫയലായിട്ട് അവിടെ സേവ് ചെയ്യുക. അവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തു? ക്വാഡ്രാറ്റിക് എന്നുള്ള രീതിയിൽ അവിടെ സേവ് ആയി. എന്തിന് സേവ് ചെയ്യാൻ പറഞ്ഞു ചോദിച്ചാൽ, ഇപ്പോൾ ഇൻ കേസ് ഇത് ഓഫായി പോയാലും നമുക്ക് എന്ത് ചെയ്യാം? റിക്കവർ ചെയ്യാനായിട്ട് അവിടെ പറ്റും. സോ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞത്? സേവ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഓക്കെ, ക്വാഡ്രാറ്റിക് .cpp എന്ന ഫയലായിട്ട് സേവ് ചെയ്തു. പിന്നെ ഇതിൽ നമ്മൾ സാധാരണ നമ്മുടെ ക്ലോസ് മെനു ഇവിടെ അല്ലേ, നമ്മുടെ എന്താ റൈറ്റ് സൈഡിൽ ടോപ്പ് മോസ്റ്റിലാണ് നമ്മുടെ വിൻഡോ ക്ലോസ് വരുന്നത്. ബട്ട് ഇവിടെ ക്ലോസ് എന്ന് വെച്ചാൽ ഇതാണ് ക്ലോസ്. ഞാൻ വേണമെങ്കിൽ മറ്റൊരു ഫയൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. നോ നെയിം .01.cpp ആണ് സേവ് ആ ഫയൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് എന്താവും? കണ്ടോ, ഇവിടെ ക്ലോസ് ആവും. കണ്ടോ, ഈ ഒരു ഐക്കണാണ് അവിടെ ക്ലോസ്. അപ്പോൾ അറിയാതെ പോയി ഇവിടെ പ്രസ് ചെയ്ത് എന്തായി പോകും? ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ അവിടെ സേവ് ആവാതെ ക്ലോസ് ആവും. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എറർ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഓക്കെ, പിന്നെ കമ്പൈൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നമുക്ക് നേരത്തെ റൺ പ്രസ് ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ റൺ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കത് ലാസ്റ്റ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമ്മളിവിടെ ന്യൂ ഫയൽ ഇവിടെ പ്രസ് ചെയ്ത് തിരിച്ചു പോകും. ഓക്കെ, അതായത് സൂം സ്ക്രീൻ വലുതാക്കാനും മാക്സിമൈസ് ആ ഒരു രീതിയിൽ ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് എന്തായി പോകും? ഫയൽ അവിടെ ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ടൈപ്പിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളിവിടെ കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹാഷിങ്ങിലൂടെ iostream.h യൂസ് ചെയ്യണം. കാരണം വി ആർ യൂസിങ് എ സി എന്താ ടർബോ C++ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളവിടെ ഹാഷിംഗ് കൂടെ കൊടുക്കുവാണ്. ഹാഷിങ്ങിലൂടെ ആംഗുലർ ബ്രാക്കറ്റ്സ് iostream സ്പെല്ലിംഗ് നോക്കിക്കൊള്ളു. ഇവിടെ എറർ ഒന്നും അങ്ങനെ കാണിക്കത്തില്ല, റൺ ആവാതിരിക്കത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കുക. iostream.h കൊടുത്തു, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു, എന്റർ പ്രസ് ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യണം? ഹാഷിങ്ങിലൂടെ ദെൻ
അവിടെ പ്രോസസ് ഡോട്ട് എച്ച് ആണ്. ഓക്കെ, നമുക്ക് ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് റൺ ചെയ്യുന്നത് പ്രോസസ് ഡോട്ട് എച്ച് വേണം, കോണയോ ഡോട്ട് എച്ച് വേണം, മാത്ത് ഡോട്ട് എച്ച് വേണം. ഇത് മൂന്നും നമ്മൾ നാലെണ്ണം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളിപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫംഗ്ഷൻ വേണ്ടിയാ. അല്ലാതെ IOStream ഡോട്ട് എച്ചും കോണയോ ഡോട്ട് എച്ചും മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ടർബോ അവിടെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് സർട്ടൻ കണ്ടീഷൻസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ആ പ്രോസസ് ഡോട്ട് എച്ച് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അവിടെ എക്സിറ്റ് 0 എന്നൊക്കെ പറയുന്ന ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോസസ് ഡോട്ട് എച്ച് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോസസ് ഡോട്ട് എച്ച് നമ്മളവിടെ കൊടുത്തു. ഓക്കെ, ക്ലോസ് ചെയ്യുക. ദെൻ അവിടെ ലാസ്റ്റ് വന്നിട്ട് എന്താണ്? സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഹാഷ് ഇൻക്ലൂഡ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് കോണയോ ഡോട്ട് എച്ച്, കോണയോ ഡോട്ട് എച്ച്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലോസ് ചെയ്യുക. എല്ലാത്തിനും ഡോട്ട് എച്ച് കൊടുക്കണേ. ഡോട്ട് എച്ച് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? അവിടെ റൺ ചെയ്യത്തില്ല. ദെൻ എൻ്റർ പ്രസ് ചെയ്യുക. വീണ്ടും ഹാഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് എച്ച്, മാത്ത് ഡോട്ട് എച്ച്. ഓക്കെ, അതും അവിടെ ക്ലോസ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ടാബ് സ്പേസിംഗ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് കീബോർഡൊക്കെ വർക്ക് ചെയ്യും. ബട്ട് മൗസ് നമുക്ക് ഇതിന്റെ വിൻഡോയുടെ പുറത്തോട്ട് വരില്ല എന്നൊരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ആ ഒരു പ്രശ്നമാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് അടുത്ത് ഓയിഡ് മെയിൻ കൊടുക്കുവാണ്. ഓയിഡ് മെയിൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ക്ലോസ്. ഓക്കെ, അവിടെ നമുക്ക് സെമി കോളിനോ വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് കൊടുക്കാം. ദെൻ നമ്മുടെ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. ദെൻ അവിടെ നമുക്കിപ്പോൾ ആദ്യം നമുക്ക് സ്ക്രീൻ അവിടെ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് CLR SCR എന്ന കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എൻ്റർ ചെയ്യുന്നു. ബ്രാക്കറ്റ്സ് ഓപ്പൺ ക്ലോസ്, ദെൻ ഒരു സെമി കോളൻ കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം, നമുക്ക് ഇവിടെ ഇതിനകത്ത് ആവശ്യമുള്ള കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യന്റ് എത്രയാണ് വരുന്നത്? നമുക്ക് അവിടെ ഫ്ലോട്ട് ചെയ്യാം വാല്യൂസ്. ഫ്ലോട്ട് നമുക്ക് ഇൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റർ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവിടെ ഏത് വാല്യൂസും പോസിബിൾ ആണ്. സോ അതുകൊണ്ട് ഞാൻ ഫ്ലോട്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 3 ഇൻപുട്ട് വേണം. യൂസർ കൊടുക്കുന്ന AX² + BX + C എന്ന് കാണിക്കാനായിട്ട് 3 ഇൻപുട്ട് വേണം. അപ്പോൾ A വേണം, B വേണം, C വേണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫ്ലോട്ട് ചെയ്യുക. ദെൻ അവിടെ നമുക്ക് റൂട്ട്സ് എടുക്കാനായിട്ട് നമുക്ക് X1 എന്നും X2 എന്നും നിങ്ങളുടെ ലാബ് മാനുവലിൽ √1 √2 എന്ന് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം കൊടുക്കാം. മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ X1 എന്നും X2 എന്നും കൊടുക്കുന്നുണ്ട്. ദെൻ അവിടെ നമുക്കൊരു ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കണം. ദെൻ അവിടെ ആ ഇമേജറി പാർട്ട് നമുക്ക് അവിടെ പ്രോസസ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മളവിടെ ഫ്ലോട്ട് ചെയ്ത് എത്ര വാല്യൂസ് ചെയ്യുന്നു? 5, 6, 7 വാല്യൂസ് നമ്മൾ അവിടെ ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CLR SCR കൊടുത്തു. നമുക്ക് ഒന്നുകിൽ അത് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ലോക്കലി ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിനകത്ത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ എന്ത് കംപ്ലീറ്റ് അതിനകത്ത് വരും. ഓക്കെ, കംപ്ലീറ്റ് പ്രോഗ്രാം നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഡിക്ലറേഷൻ എവിടെയാണ് കൊടുക്കുന്നത് എന്ന കാര്യം കറക്റ്റായിട്ട് അവിടെ നോക്കുക. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ഏതാണ് നോക്കുന്നത്? ഇപ്പോൾ ഇത് നോക്കി പഠിക്കുന്നവർ ഇത് നോക്കി പഠിക്കുക. ഇല്ല ഏതെങ്കിലും നോട്ട്സ് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യുക? അവിടെ ചെയ്തെടുക്കുക. വീണ്ടും എന്ത് ചെയ്യില്ല? പഠിക്കാനായിട്ട് നോക്കല്, കൺഫ്യൂഷൻ ആയിപ്പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം അവിടെ പഠിക്കുക. നമുക്കവിടെ എന്ത് ചെയ്താലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെ കിട്ടണം. അത്ര മാത്രമേ ഉള്ളൂ. മെത്തേഡ്സ് നമുക്ക് ഏത് വേണം അവിടെ അഡോപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലാബ് മാനുവലിൽ തന്നെ അവിടെ അബ്സല്യൂട്ട് ഫംഗ്ഷൻ എന്നൊരു ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് അല്ലാത്തൊരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ CLR SCR എടുത്തു. ദെൻ അവിടെ C ഔട്ട് എൻ്റർ ചെയ്യാം. ഔട്ട്പുട്ടിൽ നമ്മൾ യൂസറിന്റെ അടുത്ത് പറയുവാണ് എന്താണ്? എൻ്റർ ദ കോഎഫിഷ്യന്റ്. ഓക്കെ, എൻ്റർ ദ കോഎഫിഷ്യന്റ്. ഓക്കെ, ഓക്കെ, എൻ്റർ ദ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നു. കോട്ടേഷൻ ക്ലോസ് ചെയ്യുക. മറ്റേ ഓട്ടോമാറ്റിക് ക്ലോസ് ആകാൻ ഇവിടെ അതൊന്നും വരത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, പിന്നെ അവിടെ ഫ്ലോട്ട് ചെയ്യുവാണ്. ഓക്കെ, ഫ്ലോട്ട് ഏതൊക്കെ വേണം? A വേണം, B വേണം, C. ഓക്കെ, ABC വേണം. പിന്നെ എന്ത് വേണം? X1 വേണം. X സ്പേസ് ഇട്ട് കൊടുക്കല്ലേ. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് ചിലപ്പോൾ അത് നെയിം ഡിറ്റക്ട് ചെയ്യണമെന്നില്ല, എറർ കാണിക്കും. സോ സ്പേസ് ഇടാണ് X1 കൊടുക്കാൻ, √1 എന്നും കൊടുക്കാം, √2 എന്നും വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഓക്കെ, അടുത്ത് ഞാൻ X2 എന്ന് കൊടുത്തു, ഡിസ്ക്രിമിനന്റ് ഞാൻ ഡിസ്ക് എന്ന് കൊടുക്കുവാണ്. ഓക്കെ, DISC. ഓക്കെ, ഡിസ്ക്രിമിനന്റ് ഡിസ്ക് ജസ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള പേര് കൊടുക്കുക. അതിങ്ങനെ കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസ്ക് കൊടുത്തു. പിന്നെ അവിടെ ഇമേജിനറിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇമേജിനറി IMG കൊടുത്തു. ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇനി നമ്മൾ അടുത്ത് ഇൻപുട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ യൂസറിന് നമ്മളവിടെ C in കൊടുക്കുവാണ്. ഇൻപുട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, ഒരേ സമയം ഒറ്റ ഇത് നമുക്ക് 3 ഇൻപുട്ടോടെ എടുക്കാം. ഓക്കെ, എക്കും ബിക്കും സി നമുക്ക് ഇൻപുട്ട് എടുക്കാം. അപ്പോൾ ആദ്യം എൻട്രി അവിടെ A ആയിട്ട് സേവ് ചെയ്യും. അടുത്ത എൻട്രി എന്ത് ചെയ്യും? B ആയിട്ട് സേവ് ചെയ്യും. അടുത്ത എൻട്രി എന്താ സേവ് ചെയ്യും? ഇറ്റ് വിൽ ബി സേവ്ഡ് ആസ് ദ C. ഓക്കെ, C ആയിട്ട് അവിടെ സേവ് ആയി. സെമി കോളൻ കൊടുക്കുക. ഓക്കെ, ദെൻ അവിടെ എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരു എറർ വന്നു. നമ്മളിവിടെ 3 പ്രാവശ്യം ഇത് പ്രസ് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ ബാക്ക് സ്പേസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടുത്ത കോളത്തിലൂടെ പോവാണ്. ഇനി അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എടുക്കുന്ന സെക്ഷനായി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുതന്നെ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി കൊടുത്തു. ഏതാണ്? യൂസറിന്റെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ കോഎഫിഷ്യന്റ് നമ്മൾ പറയുന്നുണ്ട്.
ദെൻ അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുമ്പോൾ ഇനി എന്താണ്, അപ്പോൾ എൻ്ററായി കിട്ടിയ ഡാറ്റ ഇനി അനലൈസ് ചെയ്യുക. ഓക്കെ, എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? എ ഈക്വൽ 0. ഓക്കെ, അതായത് എ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അസൈനിങ് ഓപ്പറേറ്റർ അറിയാം. എ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് വരുന്നത്? എ ഈക്വൽ ടു 0 മീൻസ് എയിലോട്ട് 0 സേവ് ആവും. ഓക്കെ, ബട്ട് നമുക്ക് ഇവിടുത്തെ സാധാരണ നമ്മുടെ എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു മീനിങ് വരണമെങ്കിൽ ഇവിടെ നമ്മൾ 2 ഈക്വൽ ടു യൂസ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഇഫ് യൂസ് ചെയ്യുകയാണ്, ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തു, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് എ ഈക്വൽ 0 എന്ന് കൊടുക്കുന്നു. അതിന്റെ മീനിങ് എന്താണ്? എ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക, കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് എ 0 ആണെങ്കിൽ എൻ്റർ ചെയ്യേണ്ട ലൂപ്പ് എന്താണ്, അല്ലെങ്കിൽ ലൂപ്പ് അല്ല, കണ്ടീഷൻ എന്താണ് നമ്മളോട് കാണിക്കുക. സോ അവിടെ എ 0 ആണെങ്കിൽ കാണിക്കേണ്ടത് സി ഔട്ട് എന്ത് കാണിക്കണം? ബ്രാക്കറ്റ്സിനകത്ത് എ 0 ആണെങ്കിൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. സോ നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, എന്തെല്ലാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ കൊടുക്കുക. ഓക്കെ, സൈഡിൽ വേണമെങ്കിൽ കമന്റ് സെക്ഷൻ കൊടുക്കാം അതെന്താ കാണിക്കുന്നത്, ബട്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് ടൈം ആവും, അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് എഴുതി പോയാൽ മതി. ഓക്കെ, അപ്പോൾ അതവിടെ നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ വെച്ചിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ബാക്കിലോട്ട് സ്ക്രീനിലോട്ട് വരണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ഗെറ്റ് CH നമുക്ക് കൊടുക്കാം. ഓക്കെ, ഗെറ്റ് CH കൊടുക്കാം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്ത് തിരിച്ച് വരാൻ പറ്റുള്ളൂ. ഗെറ്റ് CH കൊടുക്കുന്നു. പിന്നെ അവിടെ ആ പ്രോസസ് ഡോട്ട് എച്ച് കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മളോട് എക്സിറ്റ് 0 കൊടുക്കുവാണ്. എക്സിറ്റ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ പ്രോഗ്രാമിലോട്ട് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് തിരിച്ച് വരണം. ഓക്കെ, നമ്മളൊരു ബ്ലാക്ക് സ്ക്രീനിലോട്ട് പോകും. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് പോവും. അതിനുശേഷം തിരിച്ചിലോട്ട് വരണം. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല എങ്കിൽ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇഫ് കണ്ടീഷനകത്ത് തന്നെ ഗെറ്റ് CHഉം എക്സിറ്റ് 0 അവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ആ കേർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യാം. ഓക്കെ, കേർലി ബ്രാക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ തന്നെ അങ്ങ് ക്ലോസ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് ആ ഇഫ് കണ്ടീഷൻ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം അത് കയറിയാൽ മതി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ഭാഗത്തോട്ട് അത് പോകണം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളവിടെ ഡിസ്ക്രിമെന്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തിയറി പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഡിസ്ക്രിമെന്റ് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഡിസ്ക്രിമെന്റ് 0 ആണെങ്കിൽ അവിടെ എന്താണ്? ഒരു റൂട്ടാണ് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിസ്ക്രിമെന്റ് 0 ആണെങ്കിൽ അവിടെ ഒരു റൂട്ടാണ് പോസിബിൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? അവിടെ ഡിസ്ക്രിമെന്റ് ചെക്ക് ചെയ്യുന്നു. സോ അവിടെ ഡിസ്ക്രിമെന്റ് DISC എന്ന് കൊടുക്കണം. നിങ്ങൾ സൈഡിൽ ശ്രദ്ധിച്ചെങ്കിൽ അവിടെ എഴുതിയിട്ടുള്ളതിൽ അവിടെ DISC എന്നേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, DIS എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതവിടെ എറർ കാണിക്കും പ്രോഗ്രാം ചെയ്യുമ്പോൾ. അതുകൊണ്ട് അവിടെ ശ്രദ്ധിച്ചോളണേ. അത് എഴുതിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ അവിടെ ഇപ്പുറത്ത് വരുന്ന സമയത്ത് ക്ലിയർ ചെയ്യുക. ഡിസ്ക്രിമെന്റ് ഈക്വൽ ടു നമുക്ക് അവിടെ ഇക്വേഷൻ എന്താണ്? ഡിസ്ക്രിമെന്റ് ഇക്വേഷൻ B² - 4AC. B² എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എളുപ്പമാർഗം എന്ന് വെച്ചാൽ എന്താണ്? B × B ചെയ്യുക. ഓക്കെ, B × B ചെയ്തു, അത് B² ആയിട്ട് മാറി. മൈനസ് 4 × A × C. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ 4 നമ്മൾ ഇൻറ്റു കാണിക്കാറില്ലല്ലോ, A × C എഴുതുള്ളൂ. അങ്ങനെ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യത്തില്ല. നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇൻറ്റു അവിടെ കാണിക്കണം. ഓക്കെ, ഓരോരുത്തർ എന്ത് ചെയ്യണം? ഇൻറ്റു സിമ്പിൾ അവിടെ ആസ്ട്രിക് സിമ്പിൾ നമ്മളിവിടെ കൊടുത്താലേ അത് അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഇക്വേഷൻ എന്ത് ചെയ്തു? അവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഡിസ്ക്രിമെന്റ് ഈക്വൽ ടു B² - 4AC എന്ന ഇക്വേഷൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുവാണ്. എന്ത് ചെയ്യുന്നു? ഇഫ് ഡിസ്ക്രിമെന്റ് ഈക്വൽ ടു 0. ഓക്കെ, ഡിസ്ക്രിമെന്റ് 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു റൂട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ ഡിസ്ക്രിമെന്റ് കണ്ടീഷൻ അവിടെ കൊടുക്കുക. എന്താണ്? കേർലി ബ്രാക്കറ്റ്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്തു, നമ്മൾ കണ്ടീഷൻ കൊടുത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇഫ് കണ്ടീഷൻ കൊടുക്കാം. കണ്ടീഷൻ എന്ത് ചെയ്യാണ്? ഡിസ്ക്രിമിനന്റ്. ഓക്കെ, DISC. ഓക്കെ, ഡിസ്ക്രിമിനന്റ് ഈക്വൽ 0. ഓക്കെ, 0 ആണോ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, 0 ആയിട്ട് നമ്മുടെ കീബോർഡിലെ നമ്പർ പേഡ് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ കീബോർഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ആ മുകളിലുള്ള ന്യൂമറിക് കീസ് ഇല്ലേ, അത് തന്നെ നമ്മളവിടെ കൂടുതലും യൂസ് ചെയ്യേണ്ടത്. അത് അവിടെ മാക്സിമം അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ അത് എന്ത് ചെയ്തു? അവിടെ അത് ഡിസ്ക്രിമിനന്റ് 0 ആണെന്ന് ചെക്ക് ചെയ്യാൻ കൊടുത്തു. ദെൻ എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണം. അത് 0 ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ലൂപ്പിനകത്ത് ഒരു കണ്ടീഷനകത്ത് കയറണം. എന്ത് കാണിക്കണം? അവിടെ X1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, X1. അപ്പോൾ ഞാൻ അവിടെ X1 കൊടുക്കുവാണ്. X1 ഈക്വൽ ടു എന്താണ്? X1 ഈക്വൽ ടു അവിടെ നമുക്ക് വരുന്ന വാല്യൂ -B/2a. ഞാൻ ഫസ്റ്റ് തിയറി പറഞ്ഞില്ലായിരുന്നു, എന്താണ് -B/2a ആണോ നമ്മളോട് നോക്കണം. ഓക്കെ, അതാണ് അവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത്. സോ X is equal to എന്തായാലും പ്രോസസ് ചെയ്യുക, ദാറ്റ് ഈസ് -B/2a. ഓക്കെ, 2a എന്ന് എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണേ, എന്താണ് ഇൻറ്റു അവിടെ കൊടുക്കണം. ഓക്കെ, ഇൻറ്റു A ആണെന്നുള്ള കാര്യം അവിടെ കറക്റ്റ് ഓർക്കുക. പിന്നെ ആവശ്യമുള്ളത് ബ്രാക്കറ്റ്സ് കൊടുക്കുക. നമ്മൾ മറ്റേ ബോട്ട് മാസ് റൂളിലേക്ക് പ്രശ്നങ്ങൾ വരാം ഇതിനകത്ത്. സോ അതുകൊണ്ട് ബ്രാക്കറ്റ്സ് വേണ്ടതൊക്കെ ബ്രാക്കറ്റ്സ്. ഇപ്പോൾ പിന്നെ സിമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ട് ഞാൻ അവിടെ ബ്രാക്കറ്റ്സ് ഒന്നും കൊടുക്കാതെ ചെയ്തത്. ഓക്കെ, then അവിടുത്തെ ആ ഒരു സെമി കോളൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സെമി കോളൻ കൊടുക്കാതെ ഇവിടെ ഉണ്ടെങ്കിൽ അത് കൊടുത്തോളണം സെമി കോളൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഞാൻ
മിസ്സായി പോയി, ആ ഒരു ഇക്വേഷൻ എഴുതിയെടുത്ത് സെമിക്കോളൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് അല്ലെങ്കിൽ എറേഴ്സ് കാണിക്കും അത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഞാനിപ്പോൾ ഈ പേജിലുള്ള അത്രയും ടൈപ്പ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലോട്ട് കയറുന്ന സമയം നമ്മളിവിടെ ഫസ്റ്റ് റൂട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. x1ന്റെ വാല്യൂ ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ ഒരു റൂട്ടേ കാണത്തുള്ളൂ. 2 റൂട്ട് ഉണ്ടെങ്കിൽ രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ റൂട്ട്സും ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ യൂസറിന്റെ അടുത്ത് നമുക്ക് പറയാം എന്താണ്? സി ഔട്ട്. ഓക്കെ, യൂസറിന് നമ്മൾ കൊടുക്കുവാണ് സി ഔട്ട്. എന്ത് കാണിക്കുന്നു? പ്രിന്റ് ചെയ്യുന്നു. ഔട്ട്പുട്ടിൽ അവിടെ ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. ഓക്കെ, റിയൽ ആൻഡ് ഈക്വൽ. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാം, സെമിക്കോളൻ പ്രസ് ചെയ്തു. ഓക്കെ, അടുത്ത് നമുക്ക് കാണിക്കാം. അപ്പോൾ റൂട്ട് റിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, റിയൽ റൂട്ടും ഈക്വൽ റൂട്ടാണ് പറഞ്ഞു. റൂട്ടിന്റെ ഔട്ട്പുട്ടിൽ കാണിക്കണ്ടേ? റൂട്ട് നമ്മളിപ്പോൾ എന്തായിട്ട് സേവ് ചെയ്തിരിക്കുന്നത്? x1 എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? റൂട്ട് ഞാൻ അവിടെ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സി ഔട്ട് കൊടുക്കാം. സി ഔട്ട് എന്ത് പ്രസ് ചെയ്യുന്നു? അവിടെ നമുക്ക് x1 കാണിക്കണം. സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? x1 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, സെമിക്കോളൻ. ഓക്കെ, നമ്മൾ അവിടെ കൊടുത്തു. അവിടെ എന്ത് ചെയ്യുക? എന്റർ പ്രസ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ്സ്, കേളി ബ്രാക്കറ്റ്സ് അവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനായി, അതായത് ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ എവിടെ പോകണം എന്ന് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്താ നോക്കേണ്ടത്? ഇല്ല എങ്കിൽ നമ്മൾ എന്തിലോട്ട് വരണം? ഇഫ് എൽസ്. ഓക്കെ, അതായത് ഇഫ് നമ്മൾ നോക്കി ഡിസ്ക്രിമിനന്റ് 0 ആണോ നോക്കി, നമുക്കിപ്പോൾ ഇഫ് എൽസ് ഇഫ് ലാഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ വേണമെങ്കിൽ SI ക്വസ്റ്റൻ ആയിട്ടൊക്കെ വേണം എന്ത് ചെയ്യാം? എക്സാമിനേഷൻ ചോദിക്കാം. റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഓൺ ദ ഫോളോയിങ് അബൌട്ട് ദ if else if ladder by applying quadratic equation in the C++ program. Okay, C++ പ്രോഗ്രാമിൽ quadratic equation ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഓക്കെ, സോറി, quadratic equation എങ്ങനെ നമുക്ക് C++ പ്രോഗ്രാം യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് if else if ladder. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ വെച്ച് എഴുതാൻ ചോദിക്കും. നിങ്ങൾ അപ്പോൾ എഴുതുക, അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി അവിടെ സൈഡിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ഏതൊരു എത്തിയിട്ടുണ്ട്? നമ്മളവിടെ ഇഫ് എൽസ് ഇഫിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് നമ്മളവിടെ എത്തി. ഓക്കെ, നമുക്കിനി അടുത്ത ആ ഒരു എൽസ് ഇഫ് നോക്കാം. എൽസ് ഇഫ് നമ്മൾ എന്ത് ചെയ്യണം? അതവിടെ ഓക്കെ അല്ല, എൽസ് ഇഫ് ആണെങ്കിൽ. ഓക്കെ, ഇഫ് നോക്കി അടുത്തവിടെ എൽസ് ഇഫ്. ഓക്കെ, എൽസ് ഇഫ് നമുക്ക് എന്തായിരിക്കും? ഡിസ്ക്രിമിനന്റ് 0യെക്കാളും കൂടുതലായിരിക്കാം. ഈക്വൽ ടു 0 ആണോ നോക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നേരെ അത് തൊട്ട് താഴത്തെ ലൂപ്പിലോട്ട് സ്റ്റേറ്റ്മെന്റിലോട്ട് വരണം. എന്താണ്? ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണോ? ഓക്കെ, 0യെക്കാളും കൂടിയ നമ്പർ ആണോ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നു. ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. ദെൻ അവിടെ എന്റർ പ്രസ് ചെയ്യുക. എങ്കിൽ അപ്പോൾ കയറേണ്ട കണ്ടീഷൻ നമ്മളവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അവിടെ 2 റൂട്ട് വരും. ഓക്കെ, x1 എന്നൊരു റൂട്ടും വരും, x2 റൂട്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ, നേരത്തെ ഒരു x1 നമ്മളിവിടെ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ട് അവിടെ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തില്ലേ? ബട്ട് അതെന്ന് വെച്ചാൽ എപ്പോഴാണ്? അത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ 0 ആണെങ്കിൽ അവിടെ കയറത്തുള്ളൂ. ഓക്കെ, 0 അല്ലെങ്കിൽ ഇനി താഴോട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ x1 x2 x3 അങ്ങനെ ഒരുപാട് റൂട്ട് എടുക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമ്മൾ 2 റൂട്ട് മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി ഫസ്റ്റ് ഡിക്ലറേഷനിൽ. കാരണം നമുക്ക് വേണമെങ്കിൽ 3 എടുത്ത് ചെയ്യാം, 0 എന്നല്ല പറയുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മാത്രം ഡിക്ലെയർ ചെയ്തുള്ളൂ. കാരണം 0 ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുമല്ലോ, തൊട്ട് താഴത്തെ ലൂപ്പിലൂടെ അത് വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. സോ എന്ത് ചെയ്തു? അവിടെ 0 അല്ലെങ്കിൽ നേരെ താഴെ വരും. അപ്പോൾ അത് x1 x2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ x1ന്റെ കണ്ടീഷൻ കൊടുക്കുവാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 2a. ഓക്കെ, അതാണ് നമുക്ക് അവിടെ ഡിസ്ക്രിമിനന്റ് b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്നാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ 2 റൂട്ട് കിട്ടുന്നത്. പ്ലസ് ഓർ മൈനസ്, പ്ലസ് ഒരു റൂട്ടും മൈനസ് ഒരു റൂട്ടും ആയിട്ട്. അപ്പോൾ x1 ഞാൻ അവിടെ പ്ലസിന്റെ റൂട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. -b നമുക്ക് പ്ലസ് ഓർ മൈനസ് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പ്ലസ് തന്നെ കൊടുക്കുന്നു. സോ -b പ്ലസ് സ്ക്വയർ റൂട്ടിന്റെ ഫംഗ്ഷൻ നമ്മുടെ മാത്ത് ഡോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അവിടെ XQRT കൊടുത്താൽ എന്ത് വരും? സ്ക്വയർ റൂട്ട് വരും. ഓക്കെ, സ്ക്വയർ റൂട്ട് നമ്മൾ മാത്ത് ഡോട്ട് വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ മാത്ത് ഡോട്ട് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഞാൻ അവിടെ SQRT എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ XQRT എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. സോ ഇനി എന്ത് ചെയ്യുക? അവിടെ നമ്മൾ ഓൾറെഡി ഒരു ഡിസ്ക്രിമിനന്റ് കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്രിമിനന്റ് നമ്മൾ എന്തായാലും ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ DAST നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി അവിടെ വിളിച്ചാൽ മാത്രം മതി. സോ നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, DAST നമ്മൾ യൂസ് ചെയ്യുന്നു. ഡിസ്ക്രിമിനന്റ് അവിടെ സ്ക്വയർ റൂട്ടും ഡിസ്ക്രിമിനന്റ് നമ്മൾ എടുത്തല്ലോ. -b പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്ക്രിമിനന്റ് ഡിവൈഡ് ബൈ 2a. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു 2 ബ്രാക്കറ്റ്സിന്റെ ആവശ്യം വരും. എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ? കാരണം ഇനി ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ അടുത്ത ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ 2 ഇൻറ്റു a നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? 2 ഇൻറ്റു a. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? സെമിക്കോളൻ കൊടുത്തു, എന്റർ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ x1ന്റെ റൂട്ടായി.
അടുത്ത് നമുക്ക് x2 റൂട്ട് ഉണ്ട്. നമുക്ക് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വീണ്ടും. ഓക്കെ, അപ്പോൾ അടുത്ത മൈനസ് ബി മൈനസ് XQRT. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്ക്രിമിനന്റ് DIAC ഡിസ്ക്രിമിനന്റ് ഡിവൈഡ് ബൈ 2a. ഓക്കെ, 2 into a. ഓക്കെ, 2 into a ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ 2 റൂട്ടും ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കോഡ് കൊടുത്താൽ മതി. എന്താണ്? സി ഔട്ട് കൊടുക്കുന്നു, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം? അവിടെ 2 റൂട്ട് വരുന്നു എന്ന് കാണിക്കുക. ഓക്കെ, 2 റൂട്ട്സ്. ഓക്കെ, 2 റൂട്ട്സ് അവിടെ വരുന്നുണ്ട്, 2 റൂട്ട് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, അത് നമ്മളിവിടെ കാണിച്ചു. ദെൻ ആ 2 റൂട്ട് ഏതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ എന്ത് ചെയ്യാം? ആദ്യം x1 കൊടുത്തു, അടുത്ത് എന്ത് ചെയ്യുന്നു? അവിടെ x2 പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, x1 x2 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രിന്റ് ചെയ്ത് വരും. സെമിക്കോളൻ കൊടുത്ത് തന്നെ ക്ലോസ് ചെയ്യുക. ദെൻ ആ കേർലി ബ്രാക്കറ്റ്സ് അങ്ങ് പതിയെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? എൽസ് ഇഫിന്റെ നമ്മളവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ ആദ്യം ഈക്വൽ ടു 0 ആണോ നോക്കി, അത് 0യെക്കാട്ടിയും ഗ്രേറ്റർ ആണോ നോക്കി. അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? 0യെക്കാട്ടിയും ലെസർ ആയിരിക്കാം. അപ്പൊ എൽസിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ട. സോ അടുത്ത കണ്ടീഷൻ നമുക്ക് ഓൾറെഡി ആ പ്രോഗ്രാം അറിയാൻ പറ്റും. എന്താണ്? എൽസ് ആണ് കണ്ടീഷൻ. എൽസ് അവിടെ എന്താണ്? അതിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ. സോ നമ്മളിവിടെ എൻ്റർ പ്രസ് ചെയ്യുക, അവിടെ കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ എന്തിനുണ്ട്? ഇമേജിനറി റൂട്ട്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇമേജിനറി റൂട്ട്സ് അവിടെ വരുന്നുണ്ട്. സോ ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട്സ് ആർ ഇമേജിനറി ആയിരിക്കും. അപ്പോൾ ഇമേജിനറി റൂട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് അവിടെ ഡിസ്ക്രിമിനന്റ് നമ്മൾ മൈനസ് ഡിസ്ക്രിമിനന്റ് ആയിട്ട് ചെയ്യണം, മൈനസ് ആക്കി മാറ്റണം. ഓക്കെ, ഡിസ്ക്രിമിനന്റ് വാല്യൂ എന്ത് ചെയ്യണം? അവിടെ മൈനസ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇമേജിനറി നമ്പർ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ത് ചെയ്യുന്നുണ്ട്? DISC നമ്മളവിടെ ഒരു -1 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈക്വൽ ടു -1 ഇൻറ്റു ഡിസ്ക്രിമിനന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിസ്ക്രിമിനകത്തിന് എന്ത് ചെയ്യും? ഇപ്പോൾ അത് സ്റ്റോർ ചെയ്യും. അങ്ങനെ അവിടെ ഞാൻ എന്ത് ചെയ്യും? -1 കൊടുക്കുന്നു ഇൻറ്റു എന്ത് ചെയ്യാണ്? വീണ്ടും അവിടെ ഡിസ്ക്രിമിനന്റ് കൊടുക്കണം. അസൈനിങ് ഓപ്പറേറ്റർ വെച്ച് നമ്മളവിടെ അത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു സെമിക്കോളൻ കൊടുക്കുക. ഓക്കെ, ദെൻ എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, എൻ്റർ പ്രസ് ചെയ്തു. ദെൻ അടുത്ത് എന്താണ്? അടുത്ത അവിടെ x1ന്റെ വാല്യൂ. ഓക്കെ, x1 നമുക്ക് അവിടെ ഇപ്പോൾ എടുക്കാം. x1 ഇസ് ഈക്വൽ ടു എന്താണ്? x1 ഈക്വൽ ടു -b. ഓക്കെ, -b ഡിവൈഡ് ബൈ 2a ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ 2a ആണ് അവിടെ വരുന്നത്. ഓക്കെ, 2a. ദെൻ അതും അവിടെ ഓക്കെ, നമ്മൾ 2a എന്ത് ചെയ്തു? നമ്മൾ അതത് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ x1ന്റെ വാല്യൂ എടുത്തു. x1 ഇസ് ഈക്വൽ ടു -b ഡിവൈഡ് ബൈ 2 ഇൻറ്റു a ആണ്. സെമിക്കോളൻ നമ്മൾ ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഇതിലിപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്ക്രിമിനന്റ് വാല്യൂ ആയി, x1 വാല്യൂ ആയി. ഇനി നമുക്ക് അവിടെ ഡിസ്ക്രിമിനന്റ് നമ്മളുടെ മൈനസിലോട്ട് മാറ്റണം കേട്ടോ. കാരണം നമുക്ക് ഇനി അടുത്ത് ഇമേജിനറി പാർട്ട് എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇമേജിനറി പാർട്ട് കൊണ്ടുവരണമെങ്കിൽ അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്ക്രിമിനന്റ് ഡിവൈഡ് ബൈ 2a, അത് മൈനസ് ഡിസ്ക്രിമിനന്റ് അവിടെ വേണ്ടത്. സോ എന്നാൽ നമുക്ക് -i നമ്പർ അവിടെ വരത്തുള്ളൂ. കോംപ്ലക്സ് നമ്പർ സ്ക്വയർ റൂട്ട് ഓഫ് -1 അല്ലേ i എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തായിട്ട് മാറ്റിയത്. സോ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇമേജിനറി img എന്ന ഫംഗ്ഷൻ എടുക്കുന്നു. ഇമേജിനറി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും? XQRT സ്ക്വയർ റൂട്ട് ഇൻറ്റു ഡിസ്ക്രിമിനന്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a വരും. ഓക്കെ, എന്താണ്? 2 ഇൻറ്റു a. ഓക്കെ, 2 ഇൻറ്റു a എന്നിവിടെ വരുന്നുണ്ട്. ഡിസ്ക്രിമിനന്റ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു a. ഓക്കെ, 2 ഇൻറ്റു a. ദെൻ അത് ക്ലോസ് ചെയ്യുക. ദെൻ എൻ്റർ. ഇനി അടുത്ത് നമുക്കവിടെ ഇതിന്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇമേജിനറി പാർട്ടും ആയിട്ടുണ്ട്, x1 പാർട്ടും ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവിടെ ഔട്ട്പുട്ട് കാണിക്കാം. അപ്പോൾ സി ഔട്ട് നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, സി ഔട്ട് കൊടുക്കുന്നു. ദെൻ അവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ദെൻ അവിടെ ഔട്ട്പുട്ട് കാണിക്കാം. റൂട്ട്സ് ആർ ഇമേജിനറി. ഓക്കെ, റൂട്ട്സ് ആർ ഇമേജിനറി. ഓക്കെ, റൂട്ട്സ് എന്താണ്? ഇപ്പോൾ അവിടെ ഇമേജിനറി റൂട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഒബ്റ്റെയിൻ ചെയ്ത്. സോ അതിന്റെ അത് കൊട്ടേഷൻസ് ക്ലോസ് ചെയ്യുക. ദെൻ ഇനി എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് കാണിക്കണ്ടേ? ഔട്ട്പുട്ട് നമുക്ക് അവിടെ ഇമേജ് x+i(y) എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം എക്സിന്റെ സ്ഥാനത്ത് റിയൽ പാർട്ട് എന്ന് പറയുന്നത് x1 ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റിയൽ പാർട്ട്. സോ അതവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ x1 നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടി x1 കൊടുത്തു. ദെൻ അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യണം? ഇനി പ്ലസ് കാണിക്കണം. അപ്പോൾ പ്ലസ് നമുക്കിവിടെ കാണിക്കാൻ നമുക്ക് ക്യാരക്ടറായിട്ട് കാണിക്കാൻ പറ്റും. സോ ഇങ്ങോട്ട് ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് പ്ലസ് പ്രസ് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യാം? അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തു.
അതിനടുത്ത് വീണ്ടും അവിടെ എന്ത് ചെയ്യണം, പ്ലസ് ഇമേജറി പാർട്ട്. ഓക്കെ, ഇമേജറി പാർട്ട് നമുക്ക് അവിടെ കാണിക്കണം. അപ്പോൾ ഇമേജറി പാർട്ട് കാണിക്കുന്ന IY എന്ന് കാണിക്കണം. അവിടെ I ഡിസ്പ്ലേ വരത്തില്ല, നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എൻ്റർ ചെയ്യണം. സോ അതിനുള്ള I നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി അവിടെ എൻ്റർ ചെയ്യുവാണ്. ഓക്കെ, I അവിടെ കൊടുക്കുന്നു, അതും അവിടെ സാധാരണ ക്യാരക്ടറായിട്ട് കൊടുക്കുക. then അവിടെ ഇമേജറി വാല്യൂ IMG വാല്യൂ അവിടെ കൊടുത്തിരിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിപ്പോ ഇമേജറി നമ്പറിൽ പ്ലസ് വെച്ചിട്ടും വരാം, അതുപോലെ തന്നെ മൈനസ് വെച്ചിട്ടും വരും. ഓക്കെ, പ്ലസ് വെച്ചിട്ടും വരും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, മൈനസ് വെച്ചിട്ടും വരും. അപ്പോൾ നമുക്ക് അവിടെ തൊട്ട് താഴെ എന്തെങ്കിലും അതിന് മൈനസ് വാല്യൂ കാണിക്കണമല്ലോ. സോ അതിന് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, സി ഔട്ട് അവിടെ പ്രസ് ചെയ്യുന്നു, ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇനി അത് തൊട്ട് താഴെ കാണിക്കുകയാണെങ്കിൽ ഞാൻ ന്യൂ ലൈൻ എന്ന ഓപ്ഷൻ കൊടുക്കുവാണ്, ന്യൂ ലൈൻ എന്ന് കൊടുക്കുവാണ്. അപ്പോൾ /n കൊടുക്കുക ന്യൂ ലൈനിന്. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. then എന്ത് ചെയ്യാം, അവിടെ x1 ഔട്ട്പുട്ടിൽ then ഒരു മൈനസ് വാല്യൂ. ഓക്കെ, മൈനസ് then അടുത്ത് എന്ത് ചെയ്യണം, I അവിടെ കാണിക്കണം, I then വീണ്ടും ചെയ്യുക, then ഇമേജിനറി. ഓക്കെ, IMG. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ഇമേജിനെ നമ്മളിവിടെ കൊണ്ടുവന്നു, then സെമി കോളൻ കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, then എൻ്റർ പ്രസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്തു, അവിടെ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു. നമ്മുടെ പ്രോഗ്രാം തീർന്നു. നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഗെറ്റ് CH കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഗെറ്റ് CH കൊടുത്തു, സെമി കോളൻ കൊടുക്കുക. ഓക്കെ, then എൻ്റർ, then കേർലി ബ്രാക്കറ്റ്സ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ക്ലോസ് ചെയ്ത് ഏതെന്ന് അറിയാലോ, തൊട്ട് മുകളിലത്തെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഈ ഒരു നമ്മൾ എന്താ അവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒന്ന് സേവ് ചെയ്യാം. സേവ് ആസ് കൊടുക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ സേവ് ചെയ്തതാണ്. സോ ഇപ്പോൾ എന്ത് ചെയ്യുള്ളൂ, അതിലോട്ട് അങ്ങ് സേവ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവിടെ സേവ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കംപ്ലീറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ എന്തെന്ന് അറിയാമോ, ഇത് നമുക്കിപ്പോൾ ഡയറക്റ്റ് റണ്ണിങ്ങിലല്ല പോകുന്നത്, നമ്മളിവിടെ കമ്പൈലോട്ട് പോകും. ഓക്കെ, കമ്പൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, അതവിടെ ഡിറ്റക്ട് ചെയ്യും. സോ അവിടെ പ്രസ് എനി കീ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ആ ഒരു എറർ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇവിടുത്തെ എറർ മനസ്സിലായോ? കാരണം ഇവിടെ ഡിസ്ക്രിമിനന്റ്, ഞാൻ ഇപ്പോൾ ഇവിടെ ആ ഒരു ലൈനിൽ ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു b² - 4ac എന്ന് കൊടുക്കുന്ന വീണ്ടും അവിടെ ആസ്റ്റിക് സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവിടെ ഓപ്പറേറ്റർ വേരിയബിൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇൻറ്റു C അവിടെ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, കാരണം ഇതാണ് ഈ കമ്പൈലിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എറേഴ്സ് എന്തൊക്കെയുണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അറിയാൻ പറ്റും. ഈ ഒരു വാർണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് എറർ വന്നിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റ്സിന്റെ എണ്ണം ക്ലിയർ ചെയ്യാത്തതാണ് അവിടെ എറർ. ഓക്കെ, ഒരു ബ്രാക്കറ്റ്സ് കൂടി അവിടെ വരും. ഓക്കെ, ഒന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ എന്തോ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഡിസ്ക്രിമിനന്റ് ഡിവൈഡ് ബൈ 2 into a. Discriminant into 2 into a. ഓക്കെ, ഒരു കമ്പാരിസൺ നോക്കാം കേട്ടോ. ഓക്കെ, ഒരു കോളൻ കൂടി മിസ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ എറേഴ്സ് കാണിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ആ വാർണിംഗോ എറേഴ്സ് ഇല്ലെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ വാർണിംഗോ എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, പ്രോഗ്രാം അവിടെ റൺ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഓരോ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഓരോ എറേഴ്സ് നമ്മൾ അവിടെ ക്ലിയർ ചെയ്യണം. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റും. ഓക്കെ, വരുന്ന സമയത്ത്, കാരണം കോളൻസും സെമി കോളനും കുത്തും കോമയ്ക്കിട്ട് വരുന്നതാണ്, എറേഴ്സ് വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് അവിടെ നോക്കുക. ഓക്കെ, ഏത് എററാണ് കാണിക്കുന്നത്, അവിടെ ലൈൻസ് കാണിക്കും, നമുക്ക് അത് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, മെസ്സേജ് കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കീ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, പ്രോഗ്രാം അവിടെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ പ്രോഗ്രാം നമുക്ക് അവിടെ റൺ ആയി. അപ്പോൾ ഇതാണ് ഒരു C++ പ്രോഗ്രാമിൽ ടർബോ C++ന്റെ ഒരു ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്ക്രീനോട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ എൻ്റർ ആകും നമ്മൾ വൺസ് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഓൺലൈൻ കമ്പൈലേഴ്സിൽ റൈറ്റ് സൈഡിൽ തന്നെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഈ ഒരു സ്ക്രീനേ വരത്തുള്ളൂ. ആ സമയം നമുക്ക് പ്രോഗ്രാം നോക്കാനൊന്നും നമുക്ക് ഇവിടെ പറ്റത്തില്ല.
അപ്പോൾ നമ്മുടെ കോഎഫിഷ്യന്റ് എൻ്റർ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ 0 എന്ന ഒരു നമ്പർ അവിടെ എൻ്റർ ചെയ്യുവാണ്. 0 എൻ്റർ ചെയ്യുന്നു. ദെൻ അവിടെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അത് വന്നതെന്ന്. ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ചാണ്. ഞാൻ അവിടെ 3 നമ്പേഴ്സ് കൊടുത്തിട്ടേ നമ്മളവിടെ എൻ്റർ പ്രസ് ചെയ്യാവൂ. ഓക്കെ, 3 വേരിയബിൾസ് നമ്മൾ ഒറ്റ സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്. 1 അല്ലെങ്കിൽ 0 ആദ്യം കൊടുക്കാം. ഓക്കെ, 0, 5, 6. ഓക്കെ, ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ എൻ്റർ പ്രസ് ചെയ്യുക. കണ്ടോ, അങ്ങനെ എൻ്റർ ചെയ്യാം കേട്ടോ. ഓരോന്ന് എൻ്റർ ചെയ്ത് കൊണ്ടുവരല് നമ്മളത് അഡീഷണൽ ചെയ്ത പോലെ. കാരണം നമ്മൾ അങ്ങനെയല്ല അവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. 3 ഒരേ ലൈനിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഒരേ ലൈനിൽ 3 നമ്പേഴ്സ് കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക, 3 ആയിട്ട് അത് ഫീഡ് ചെയ്തോളും. ഇപ്പോൾ ഞാൻ കൊടുത്ത 056 എന്ന നമ്പറാണ്. സോ 0 ഫസ്റ്റ് എയുടെ വാല്യൂ 0 ആയി. അതെന്താണ്, നോട്ട് എ ക്വാഡ്രാറ്റിക് നമ്പർ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, അവിടെ ക്വാഡ്രാറ്റിക് നമ്പർ എല്ലാം നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കൊടുത്ത പ്രോഗ്രാം. നമുക്കിനി ഇവിടെ എസ്കേപ്പ് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വരാം. ഓക്കെ, ഒന്നുകൂടി ഞാൻ റൺ ചെയ്യിപ്പിക്കുവാണ്. ഈ ഒരു സമയത്ത് ഞാൻ കോഎഫിഷ്യന്റ് കൊടുക്കുന്നത് ഞാൻ അവിടെ ഒരു 3, 5, 6 എൻ്റർ ചെയ്യുന്നു. ഓക്കെ, 3, 5, 6 നമ്പർ ഞാൻ അവിടെ എൻ്റർ ചെയ്യുന്നു. നമുക്കൊന്ന് എൻ്റർ പ്രസ് ചെയ്ത് നോക്കാം. സോ റൂട്ട്സ് ആർ ഇമേജിനറി. ഓക്കെ, അവിടെ എവിടെയോ നമുക്കൊരു സിമ്പിൾ ടൈപ്പ് ചെയ്തതിലെ മിസ്റ്റേക്ക് ആണ്, ഇമേജിനറി ഒരു സ്റ്റാർ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, നമുക്കവിടെ ഇമേജിനറി റൂട്ട്സ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത 3, 5, 6 എന്ന കോഎഫിഷ്യന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഹാവിങ് എ റൂട്ട്സ് എന്താണ്, ഇമേജിനറി ആണ്. ഓക്കെ, ഇമേജിനറി റൂട്ട് ആണ്. 0.833 പ്ലസ് ഐ 8.39 വരുന്നു. അതുപോലെ തന്നെ മൈനസ് വാല്യൂ ഉണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലസ് ആയിട്ട് മൈനസ് വരുന്നു, രണ്ടും ഡിസ്പ്ലേ ആയിട്ട്. ഒന്ന് അടുത്ത ലൈനിൽ വന്നു, കാരണം നമ്മുടെ ന്യൂ ലൈൻ എന്ന ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ ന്യൂ ലൈനിൽ എന്ത് ചെയ്തു, അതവിടെ ഡിസ്പ്ലേ ചെയ്തു. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ 0 വന്നു, കാരണം നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡിസ്പ്ലേ ചെയ്തു. ഇപ്പോഴത്തേലാണ് നമുക്ക് എന്താവുന്നത്, ഇറ്റ് ഈസ് ഷോയിങ് ദ റൂട്ട്സ് ആർ ഇമേജിനറി. ഓക്കെ, റൂട്ട്സ് അവിടെ ഇമേജിനറി ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോകാം. ഏത് കീ പ്രസ് ചെയ്താലും പുറത്തോട്ട് വരും കേട്ടോ. കാരണം നമ്മൾ ഗെറ്റ് CS കൊടുക്കും, ഗെറ്റ് എ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരണം. അപ്പോൾ ഏത് കീ എസ്കേപ്പ് പ്രസ് ചെയ്യുന്നില്ല, കീബോർഡിൽ ഏത് കീ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, തിരിച്ച് അവിടെ വരും. ഓക്കെ, പിന്നെ ഇതിൽ ചില സമയങ്ങളിൽ ഈ മൗസ് ലോക്കായി പോകും. ലോക്കാവുക ഈ ഇതിനകത്ത് ലോക്കാവുകയല്ല, പിന്നെ മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ Alt F9 ആണ് യൂസ് ചെയ്യുന്നത്, കമ്പൈലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, Alt F9 പ്രസ് ചെയ്ത് കമ്പൈൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ കൺട്രോൾ F9 പ്രസ് ചെയ്ത് എന്തായി പോകും, റൺ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കീബോർഡ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എവിടെ ചെയ്യാൻ പറ്റും. ഇത് MS DOS ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. സോ അതുകൊണ്ട് യൂസർ ഇന്റർഫേസിൽ മൗസ് അത്രയും സപ്പോർട്ടീവ് അല്ല. അതാണ് മൗസ് ലോക്കായി പോകുന്നത് ചില സമയങ്ങളിൽ. ഓക്കെ, വൺസ് അങ്ങനെ ആയി കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാൻ നമുക്കല്ല ബാക്കി എല്ലാ കൺട്രോൾ നമുക്ക് ഇവിടെ പറ്റും കേട്ടോ. കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്തെല്ലാം ചെയ്യാൻ പറ്റും. മൗസ് മാത്രമേ ഇവിടെ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. സോ നമ്മളിവിടെ കൺട്രോൾ F9 പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും, അവിടെ റൺ ആവും. ഞാനിപ്പോൾ മൗസ് യൂസ് ചെയ്ത് റൺ പ്രസ് ചെയ്തില്ല, ജസ്റ്റ് കൺട്രോൾ F9 ആണ്. Alt F9 ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അതവിടെ കമ്പൈൽ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോഎഫിഷ്യന്റ് എൻ്റർ ചെയ്യാം. ഞാൻ ഇവിടെ 1 സ്പേസ് കൊടുക്കും, ഞാൻ 12 എന്ന് എടുക്കും. ഓക്കെ, സ്പേസ് 2 സ്പേസ് 3 എന്ന് എൻ്റർ ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന എന്താണ്, റൂട്ട് അവിടെ എന്താണ്, ഇമേജിനറി റൂട്ടാണ്. ഇമേജ് റൂട്ട് മൈനസ് 1 പ്ലസ് I2, അതുപോലെ തന്നെ 2i. ഓക്കെ, 2i അല്ലെങ്കിൽ I2. ഓക്കെ, -1 -I2 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്ത് നമുക്ക് ഇവിടെ കോഎഫിഷ്യന്റ്. അപ്പോൾ നമുക്ക് ഏത് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കൺട്രോൾ F9 റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്, Alt F9 ആണ് ചെയ്യുന്നത്, അല്ല നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കേസിൽ നമുക്ക് അവിടെ വരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ മൗസിൽ സ്ക്രോളിംഗ് ഒന്നും ഇവിടെ വർക്ക് ആവുന്നില്ല. കണ്ടോ, സ്ക്രോൾ കീ ഒന്നും വർക്ക് ആവില്ല, നമ്മളിവിടെ അല്ലാതെ മൂവ് ചെയ്തത് മാനുവലി. അപ്പോൾ ഇതാണ് എന്ന് പറയുന്ന ഒരു ഇറ്റ് ഈസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ solution for a quadratic equation. Okay, C++ program to find solution of a quadratic equation എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിന്റെ തിയറി ബേസ്മെന്റ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്, ഒരു തിയറിറ്റിക്കൽ ബേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാവണം. എന്താണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഐഡിയ നമുക്കിവിടെ ഉണ്ടാവണം. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിലോട്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇത് നമ്മളവിടെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളത് പഠിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, നമ്മുടെ മെട്രിക്സ് എങ്ങനെ ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെട്രിക്സും ഉണ്ട്, പിന്നെ അതുപോലെ നമുക്കൊരു വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും, പിന്നെ ഒരു മോണ്ടി കാർലോ സിമുലേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മേജർ ആയിട്ട് എക്സാമിനേഷൻ നമുക്ക് നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.